പടത്തിന് എക്സൈറ്റഡ് ആണ്. സിസ്റ്റത്തിനെതിരെയാണ് നമ്മൾ പോരാടേണ്ടതെന്നും ഇതിൽ ശരിക്കും നമുക്ക് പറഞ്ഞു വെക്കും. അല്ലാണ്ട് ആക്ടിങ് മേക്കിംഗ് ഒക്കെ എങ്ങനെയുണ്ട്? പടത്തിന്റെ മേക്കിംഗ് ഒക്കെ എങ്ങനെയുണ്ട്? മേക്കിംഗ് ഒക്കെ അടിപൊളിയാണ്. പക്ഷെ ആനിമേഷൻ കുറച്ചുകൂടി ബെറ്റർ ആക്കാമായിരുന്നു. എനിക്കൊരു പേഴ്സണൽ ഒപ്പീനിയൻ നോക്കിയിട്ടുണ്ടായിരുന്നു. ബാക്കിയെല്ലാം നല്ല ഒരു ബ്രില്യൻ സ്ക്രിപ്റ്റ് ആൻഡ് ഡയറക്ഷൻ. പിന്നെ കാസ്റ്റിംഗ് നമ്മൾ ഇഷ്ടപ്പെടുന്ന അറിയുന്ന ഒരുപാട് നടികന്മാര് നല്ല രീതിയിൽ പ്രകടനം നടത്തിയിട്ടുണ്ട്. പിന്നെ അഭിനയത്തിൽ എടുത്തു പറയട്ടെ, എൻ്റെ മനസ്സിലെത്തുന്ന ടി ജി ലഭിച്ചേണ്ട ഒരു കഥാപാത്രമുണ്ട്. അത് നമ്മുടെ മനസ്സിൽ നിന്ന് പോകുന്നത് നമ്മളൊക്കെ അറിയിക്കും. പിന്നെ മഞ്ജു പിള്ള, അങ്ങനെ ഓരോരുത്തർ എടുത്തു പറയുമെങ്കിൽ അവരെല്ലാം പ്രകടനങ്ങൾ ഇവിടെ നന്നായിട്ടുണ്ട്. പിന്നെ എം എ നിഷ സാറിൻ്റെ ഒരു വ്യത്യസ്തമായ മുഖം ഇതിനുള്ളിൽ നമുക്ക് കാണാൻ പറ്റും. എന്തായാലും പടം ഒരു വളരെ സീരിയസ് ആയുള്ള വിഷയം, അതായത് കാടിനെ, അരിക്കൊമ്പനെ, അങ്ങനെ കടുവകളെ എല്ലാം ബേസ് ചെയ്തുകൊണ്ട് ഉണ്ടാക്കിയ പടമാണ്. വളരെ സീരിയസ് ആയ ഒരു വിഷയങ്ങളാണ് സമൂഹത്തിന്റെ മുമ്പിൽ അവതരിപ്പിക്കുന്നത്. ഓൾ ദി ബെസ്റ്റ്. അത് എന്റർടൈനർ ആണ്. ഒപ്പം നല്ല മെസ്സേജ് ഉണ്ട്. വൈൽഡ് ലൈഫിനെ കുറിച്ച് സിനിമയാണ്. വൈൽഡ് ലൈഫിനെ കുറിച്ച് അധികം സിനിമകൾ മലയാളത്തിൽ വന്നിട്ടില്ല. അങ്ങനെ ലാഗ് അങ്ങനെയൊന്നും ഇല്ല. ഒരുപാട് പേര് അഭിനയിച്ചിട്ടുണ്ട്. എല്ലാവരും അഭിനയം നല്ലതാണ്. ഒരുപാട് നടന്മാരുണ്ട്. സീരിയസ് ടോപ്പിക്ക് ഡിസ്കസ് ചെയ്യുന്ന ഒരുപാട് ഗവേഷണം ചെയ്ത ടോപ്പിക്കാണ്. മലയാളം സിനിമയിൽ ഈ ടോട്ട് അധികം വന്നിട്ടില്ല. എല്ലാം കൊണ്ടും നല്ലൊരു ഫിലിമാണ്. നല്ല പടം, നിങ്ങളും കാണണം. എൻ്റെ ഒരു പാട്ടുണ്ട്. പടം നന്നായിരുന്നു, അടിപൊളി, വെരി നൈസ്. പടം നല്ല പടം, നിങ്ങൾ കണ്ടു പറയണം. ഞാനതിൽ അഭിനയിച്ചതാണ്. നല്ലൊരു മെസ്സേജ് ഉള്ള പടമാണ്. സോഷ്യലി റെലവെന്റ് മെസ്സേജ് ഉള്ള ഒരു പടമാണ്. ആൻഡ് ഇറ്റ്സ് എ മാൻ അനിമൽ കോൺഫ്ലിക്റ്റ്. ഞാൻ വിചാരിക്കുന്നത് ഈ സിനിമ കണ്ട് ഇറങ്ങുമ്പോൾ എല്ലാവരുടെ മനസ്സിലും ഒരു കോൺഫ്ലിക്റ്റ് ഉണ്ടാവും. ആരാണ് ശരി, ആരാണ് തെറ്റ്, കാടാണോ അതോ അതിലെ നാട്ടുകാരാണോ സിസ്റ്റമാണോ എന്നുള്ളതൊക്കെ. ആൻഡ് ഐ തിങ്ക് ദാറ്റ്സ് വാട്ട് എം എ നിഷാദ് ഓൾസോ വാണ്ടഡ്. എല്ലാ പ്രേക്ഷകനും ഒരു ക്വസ്റ്റ്യൻ മനസ്സിലും. ഓക്കെ, ആൻഡ് നിങ്ങൾ എല്ലാവരും കാണണം, സപ്പോർട്ട് ചെയ്യണം. താങ്ക് യു വെരി മച്ച്. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഒരുപാട് സന്തോഷം എല്ലാവരും കാണാൻ സാധിച്ചു. എങ്ങനെ ഉണ്ടായിരുന്നു? ഞാൻ കണ്ടിട്ടല്ലേ ചോദിക്കണ്ടേ, കണ്ടില്ലേ? കാണുക, എല്ലാരും കാണുക. മൃഗങ്ങളും മനുഷ്യരും തമ്മിലുള്ള ആ ഒരു പ്രശ്നം, മനുഷ്യരാണോ മൃഗങ്ങളാണോ പ്രശ്നം ഇതിൽ കാണിക്കുന്നുണ്ട്. സോ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. നല്ല ആർട്ടിസ്റ്റ് ഉണ്ട്, ചെറിയൊരു മുറിയാണ്. അതെല്ലാവരും സപ്പോർട്ട് വലിയ മുറിയാക്കുക. കുറച്ച് ഫെസ്റ്റിവലിനൊക്കെ പോയതാണ്, ശവാലൊക്കെ കിട്ടിയത്. എല്ലാവരും കാണുക. ഫാമിലി ഫ്രണ്ട്സൊക്കെ ആയിട്ട് വരിക, കാണുക. എന്താ ചോദിക്കാൻ എങ്ങനെയുണ്ടായിരുന്നു പടം? പ്രേക്ഷകരൊക്കെ വെള്ളം നല്ല മൂവിയാണ്. എന്താണ് പ്രേക്ഷകരോട് എന്താ പറയാനുള്ളത്? എല്ലാവരെയും കാണണം. തിയേറ്ററിൽ തന്നെ ഒന്ന് കാണുക. തിയേറ്ററിൽ തന്നെ വന്ന് കാണണം. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. എന്താ പിന്നെ പടം ഇഷ്ടപ്പെട്ടോന്ന് എല്ലാവർക്കും കണ്ടു. അത് ഓരോരുത്തരുടെ കാഴ്ചപ്പാടും വ്യത്യസ്തമല്ലേ. കാണുന്നവരുടെ കാഴ്ചപ്പാടും ആയിരിക്കും. എന്നാലും തിയേറ്ററിൽ കണ്ടിരിക്കാന്നുള്ളതാണ് കേട്ടോ. വ്യത്യസ്ത ക്യാരക്ടറാണ് കണ്ടത്. ഞാനൊരു വയനാട്ടുകാരനാണ്. നല്ല പടമാണ്. ഞാനൊരു വയനാട്ടുകാരനാണ്. വയനാട്ടിൽ സ്ഥിരം നടക്കുന്ന ഒരു സംഭവമായിട്ടാണ് ഞാൻ സിനിമ കണ്ടത്. ഞാൻ ഈയിടെ പെരുമ്പോവൂർ എനിക്കൊരു പടത്തിന്റെ ഷൂട്ട് ഉണ്ടായിരുന്നു. അപ്പൊ ഒരു വീട്, ആ ഷൂട്ട് നടക്കുന്ന വീടിന്റെ ഫ്രണ്ടിലൊക്കെ കുഴിഞ്ഞ പാട്. അവര് പറയുന്ന ഇടയ്ക്കിടയ്ക്ക് ആന ഇറങ്ങുന്നതിന്റെ അപ്പൊ അവരൊക്കെ എങ്ങനെ ഞാൻ ഒരു എക്സ്പീരിയൻസ് ഒരു വീട്ടുകാരോട് എനിക്ക് ലൈവായിട്ട് സംസാരിച്ച് അവർ ഷെയർ ചെയ്യുന്നത് എനിക്ക് ചെയ്യാൻ പറ്റി. അപ്പൊ അവര് പറയായിരുന്നു, നമ്മള് ചില സമയത്ത് പേടിച്ചാ ആ വരുന്ന സമയങ്ങളിൽ പുറത്തിറങ്ങാൻ പറ്റില്ല. ആ മിറ്റമൊക്കെ കുഴിഞ്ഞ കിടക്കുന്നൊക്കെ ഓരോരുത്തരും നമ്മളൊക്കെ എത്ര ഭാഗ്യം ചെയ്ത ആൾക്കാരൊന്നും നേരിട്ടുണ്ട്. അവരിത്രയോ പേടിയൊന്നുകൂടിയാണ്. അപ്പൊ അതിനൊക്കെ ഒരു ഇതൊക്കെ കാണുമ്പോൾ നമ്മള് ഇതൊന്നും അനുഭവിക്കാൻ, അതായത് ഇങ്ങനെയുള്ള സാഹചര്യങ്ങളൊക്കെ നമുക്കൊക്കെ ചിന്തിക്കാൻ തോന്നി പടം കണ്ടപ്പോ. അറിയാമല്ലോ, ഞാൻ മാനന്തവാടിക്കാരനാണ്. അപ്പോൾ നമ്മളൊരു ഇങ്ങനത്തെ ബുദ്ധിമുട്ടൊക്കെ അനുഭവിച്ചിട്ടുണ്ട്. ഇങ്ങനെ ഒരു കഥാപാത്രം ഇങ്ങനത്തെ ഒരു പ്രൊജക്റ്റിലേക്ക് എത്താൻ എങ്ങനെയാ കാരണം? ഞാൻ ഇതിനു മുമ്പ് വയനാട്ടുകാർക്ക് വേണ്ടി സംസാരിച്ചിട്ടുണ്ട്. എൻ്റെ ആദ്യത്തെ പടം പകൽ കർഷക ആത്മഹത്യ. ഇപ്പോൾ ഈ ഇന്നിൻ്റെ ആവശ്യമായിരുന്നു ഈ ഒരു സിനിമ. ഇത് മാനേജ്മെന്റ് കോൺഫ്ലിക്റ്റ് എന്ന് പറയുമ്പോൾ തന്നെ ഏറ്റവും അപകടകാരിയായ മൃഗം മനുഷ്യനാണെന്നും കൂടി ഉണ്ട്.
പക്ഷെ ഈ സിനിമ സ്വാഭാവികമായിട്ടും മനുഷ്യപക്ഷത്ത് എന്നും കൂടി സംസാരിക്കണമല്ലോ. നമ്മൾ മൃഗങ്ങളെ സ്നേഹിക്കുകയും അവരെ പരിപാലിക്കുകയൊക്കെ ചെയ്യുമ്പോൾ തന്നെ വനം സംരക്ഷിക്കുകയൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഒരുപാട് ജീവിതങ്ങൾ, ആ ജീവിതങ്ങൾ അനുഭവിക്കുന്ന വേദനകൾ ഇത് വനപ്രദേശത്ത് മാത്രമല്ല നാട്ടിൻ പ്രദേശത്ത് ഇതുപോലെയുള്ള വന്യമൃഗങ്ങളുടെ ആക്രമണം ഭയങ്കരമായി കൂടിക്കൊണ്ടിരിക്കുക. അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായിട്ടും ഇത് അഡ്രസ് ചെയ്യേണ്ട വിഷയം. അപ്പോൾ അവരെ ആരെങ്കിലും ചൂഷണം ചെയ്യുന്നുണ്ടോ? സിസ്റ്റത്തിന്റെ ഭാഗത്ത്, ബ്യൂറോക്രാറ്റ്സിന്റെ ഭാഗത്ത് എന്തെങ്കിലും ചൂഷണം ഉണ്ടായിട്ടുണ്ടോ? അല്ലെങ്കിൽ എന്താണ് ഓരോരുത്തരുടെ മനസ്സിന് പിന്നെ ഇത് ആ കാര്യങ്ങളെല്ലാം ഭീകരമായ മനസ്സിന്റെ ഉടമകളെ എല്ലാം വരച്ചു കാട്ടുകയും പൊളിച്ചെടുക്കുകയും ചെയ്ത സിനിമയായിട്ടാണ് ഞാൻ മനസ്സിലാക്കിയത്. ഇപ്പോഴും ഒരു മാറ്റമില്ല, അതേ തുടർന്ന് മുന്നോട്ട് പോകുന്നത്. അതിന് മാറ്റം, ക്രിയാത്മകമായ മാറ്റം ഉണ്ടാവേണ്ട കാലഘട്ടം കഴിഞ്ഞിരിക്കുകയാണ്. സ്വാഭാവികമായിട്ടും ഈ ഒരു സിനിമയിലൂടെ ഒരു മാറ്റം വരുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. പക്ഷെ ഇത് അഡ്രസ് ചെയ്യുന്ന ഒരു വിഷയം, ആ വിഷയത്തെ ജനങ്ങളിലേക്ക് എത്തിക്കാനും ജനങ്ങൾക്ക് അത് മനസ്സിലാക്കാൻ കഴിയുമെങ്കിൽ സ്വാഭാവികമായിട്ടും സിനിമ എന്ന വലിയ മാധ്യമത്തിലൂടെ അത് ആ വിഷയം ഒന്നുകൂടി അഡ്രസ് ചെയ്യുകയും ഒരു അറ്റൻഷൻ കിട്ടുകയും ചെയ്യും. താങ്കൾ വയനാട്ടുകാരനാണ്, താങ്കൾക്ക് വയനാട്ടിലെ ഒരു ഫീല് കിട്ടിയെന്ന് പറയുമ്പോൾ ഒരു ഫിലിം മേക്കർ എന്ന നിലയിൽ ഞാൻ വളരെ സന്തോഷമാണ്. പിന്നെ അഭിനയം ഗംഭീരമായിട്ടുണ്ട്. അതാ ഈ ക്യാരക്ടർ ഒരു ഫ്രഷ്നെസ് കിട്ടട്ടെ എന്ന് ഓർത്തിട്ട് തന്നെ നമ്മൾ എസ്റ്റാബ്ലിഷ് ആയിട്ടൊരു ആക്ടറെ കിട്ടിക്കഴിഞ്ഞാൽ അത് മുൻവിധിയോടുകൂടി പ്രേക്ഷകർ കാണും. അപ്പൊ ഞാൻ ഈ ട്യൂമനും മറ്റു പടങ്ങളൊക്കെ ചെയ്തത് കൊണ്ട് അങ്ങനെ ഒരു കഥാപാത്രം ഇങ്ങനെ ഞാൻ ചെയ്യുമെന്ന് ആളുകൾക്ക് പ്രതീക്ഷിച്ചില്ല. അപ്പൊ അതുകൊണ്ട് ഞാൻ ഒരു